ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കറിയൊക്കെ വയ്ക്കാനായിട്ട് തുടങ്ങായിരുന്നു. പരിപ്പ് നല്ല പോലെ വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇട്ടും കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേവിക്കും കേട്ടോ. അതിന് ശേഷം നാളികേരം അരച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയാകും. അത് പിന്നെ നമ്മൾ കടുകും ഉള്ളിയൊക്കെ ഒന്ന് കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അസൽ കറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചാറ് കറി വെക്കുന്നത് കേട്ടോ. ഇനി ഉപ്പേരി കറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഉള്ളത് ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു മസാലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള എടുത്തും കഴിഞ്ഞ് വഴറ്റുന്നുണ്ട്. ഇതിൽ ലേശം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേപ്പിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വരികയാണ് കേട്ടോ. ആ വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി നമ്മളതിലിട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ബീട്രൂട്ടും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നല്ലപോലെ വെന്ത് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് ആ വെള്ളം വറ്റി കഴിയട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് സവാള വഴറ്റാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ സവാള വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേവിച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു കറിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ ചിഞ്ചൊക്കെ പറയാറ് എപ്പോഴും ഈ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂസയുടെ ഉള്ളിലുള്ള കറി എന്നാണ് പറയുക കേട്ടോ. അതുപോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഗ്രീൻ പീസൊന്നും നമ്മൾ ചേർക്കുന്നില്ലെങ്കിലും ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അവർ ഇതുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറൊക്കെ ഉണ്ടോളൂ കേട്ടോ. പിന്നെ നമുക്ക് പപ്പടം വറുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം ലഞ്ചും കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞ് എനിക്ക് കൃഷിഭവനിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് 2-3 ദിവസമായിട്ട് മനസ്സിൽ അങ്ങനെയാണ്. ശനിയാഴ്ച ആവട്ടെ ഉച്ച തിരിഞ്ഞ് ഒന്ന് കൃഷിഭവൻ വരെ ഒന്ന് പോയി നോക്കണം എന്നൊക്കെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. കൃഷിഭവനിൽ പച്ചക്കറി തൈകളൊക്കെ എത്തിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. എൻ്റെ ഫ്രണ്ട് സിന്ധു എന്നെ വിളിച്ചറിയിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സിന്ധുവിന് കൃഷിഭവനിലാണ് ജോലി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഒഴിവുള്ള ഒരു സമയം നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ മുളക് വിത്തും വെണ്ടയ്ക്ക വിത്തും അതൊക്കെ ഇട്ടും കഴിഞ്ഞ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിറയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഓരോരോ വിത്തുകൾ അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മുളച്ചും കഴിഞ്ഞ് തൈകളായി പാകത്തിന് വലിപ്പമാകുമ്പോഴാണ് നമ്മുടെ കൃഷിഭവനിൽ തൈകൾ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മളെ അറിയിക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് ഈ തൈകളൊക്കെ നല്ല പറിച്ച് വെക്കാൻ പാകത്തിന് ആയിത്തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ആയ തൈകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് തെങ്ങിൻ തൈകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തെങ്ങിൻ തൈകൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് തിരിഞ്ഞില്ല കേട്ടോ. നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി തൈകൾ അതുപോലെ തന്നെ വിത്ത് പാക്കറ്റ് ഫ്രീ ആയിട്ട് മിക്കവാറും സമയങ്ങളിലൊക്കെ കൃഷിഭവനിൽ കൊടുക്കാറുണ്ട് കേട്ടോ, ഈ ഒരു സീസണിലൊക്കെ. അപ്പോൾ ആ വിത്ത് പാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വളവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോരോ പ്രത്യേക തരത്തിലുള്ള തൈകളും അതുപോലെ തന്നെ പ്രത്യേക വളങ്ങളൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ റീയും മൗഗ്ലിയും കൂടി അങ്ങോട്ട് ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി കിടക്കുന്ന കിടപ്പ് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തൈകളാണ് വാങ്ങിയിരിക്കുന്നത്. അതിൽ നമ്മുടെ വീട്ടിലില്ലാത്ത തൈകൾ എന്ന് പറഞ്ഞാൽ പാവയ്ക്ക തൈ, അത് ഞാൻ എന്തായാലും 4 എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കുംബറിൻ്റെ തൈയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ തന്നെ ഞാനിവിടെ വാങ്ങി ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി തൈകളൊക്കെ വാങ്ങാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എത്ര വാങ്ങിയാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ തന്നെ രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള അത്ര എണ്ണം വാങ്ങിയാൽ മതി കേട്ടോ, അല്ലാതെ കാണുമ്പോൾ സന്തോഷം കൊണ്ടുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വരണ്ട, എത്ര ഗ്രോ ബാഗ് ഇനി ഒഴിവുണ്ടോ അത്രയൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറി തൈകൾ മാത്രമല്ല ഇതുപോലെ തന്നെയാണ് കമ്മൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ അങ്ങോട്ട് വാങ്ങാനായിട്ട് തോന്നും കേട്ടോ. അപ്പോഴും രമേശ് ചേട്ടൻ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ആവശ്യത്തിൽ കൂടുതലൊന്നും മേടിക്കണ്ട കേട്ടോ, അത്യാവശ്യം മേടിച്ചാൽ മതി കേട്ടാന്ന്. എന്നാലും എങ്ങനെയായാലും ഒരു 5-6 കമ്മലൊക്കെ വാങ്ങും. അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ 2 കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ തൈകൾ നമ്മൾ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കുഴിച്ചിടണം കേട്ടോ. അപ്പോൾ പാവയ്ക്ക തൈ ഞാൻ ഈ ഒരു ഭാഗത്താണ് കുഴിച്ചിടുന്നത്. നമ്മുടെ ഗാർഗി മോൾ ഈ ഒരു സൈഡിൽ കൂടെ നടക്കാറുണ്ട്, ബാക്കി ആരും ഇതിലേ നടക്കാറില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരു ഒന്ന് കൊത്തി തിന്നാതെ നമുക്ക് തന്നാലാണ്
തന്നെയാണ് നമുക്കത് പൊടിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് തൈ കുഴിച്ചിടുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ അത് പന്തൽ കെട്ടി ആ പന്തലിൻ്റെ ചുവട്ടിൽ കൂടെ നടക്കുന്നത് വരെ ഞാൻ സ്വപ്നം കാണും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആ സ്വപ്നം കാണലൊക്കെ വെറുതെ ആയി പോവും. കോഴിമക്കൾ കൊത്തി തിന്നുക അല്ലെങ്കിൽ വല്ലതും ചവിട്ടി ഒടിയുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോക്കാണ്. എന്നാലും നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ കണ്ടാലാണ് ഒന്ന് രണ്ടെണ്ണെങ്കിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നേട്ടാ. പിന്നെ ഞാൻ ഇതാ മുൻപ് വെച്ചിരുന്ന വെണ്ട തൈകളുണ്ടല്ലോ, അത് ഞാൻ ഫ്രീ ആയിട്ട് കിട്ടിയ വിത്തിലെ ആ വെണ്ട വിത്തുകൾ ഇട്ടും കഴിഞ്ഞ് മുളപ്പിച്ചും കഴിഞ്ഞിട്ട് പാകത്തിന് വലിപ്പമായപ്പോൾ പറിച്ച് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരുവിധം വലുതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തിരി വളമൊക്കെ ഇട്ടു. അപ്പോൾ ഒരു 4 ഇല പരുവൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിന് ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന വളം ഉണ്ടല്ലോ, ആ വളം കുറച്ച് ലേശം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ലേശം ഇട്ട് കൊടുത്താൽ മതി, തൈകൾ അധികം വലിപ്പമായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ കടക്കയൊക്കെ നല്ല രീതിക്ക് തന്നെ മണ്ണ് വെട്ടിയിടാണ് കേട്ടോ. അപ്പോൾ ഈ കൈക്കോട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഇത് വലിയ കൈക്കോട്ടാണ് കേട്ടോ. 2 കൊത്തി മണ്ണ് കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും ഞാൻ കുറച്ചേശം കിതയ്ക്കൊക്കെ ചെയ്യും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു എത്രയാണോ വിചാരിച്ചത് അത്ര വരെ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്നൊക്കെ ഇട്ടും കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിതച്ചായാലും വേർത്തായാലും അത് നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. വലിയ കൈക്കോട്ട് എടുത്തും കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രമേശ് ചേട്ടൻ ചെറിയ കൈക്കോട്ട് വാങ്ങി തന്നിരിക്കുന്നത് കേട്ടോ. അതിന് ഇനി കുറേ സമയം വേണം. അപ്പോഴേക്കും മഴയെങ്ങാനും വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ വലിയ കൈക്കോട്ട് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ അതിന് തക്കവണ്ണം ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് കിതയ്ക്കുകയൊക്കെ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സന്തോഷവും പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് വളർന്ന് വലുതായി വരുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും വളമിട്ട് കൊടുക്കാനും മണ്ണ് വെട്ടിയിട്ട് കൊടുക്കാനും ഒക്കെ എനിക്ക് വല്ലാത്തൊരു ഉത്സാഹമാണ് കേട്ടോ. ഇനിയിത് പെട്ടെന്നായിരിക്കും ഓണാവുന്ന ആ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ പൂവിട്ട് കായൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടുന്ന് പറക്കുന്ന വീഡിയോ ഒക്കെ ഇടില്ലോ എന്നൊക്കെ അതൊക്കെ മനസ്സിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഈ ഒരു സമയത്ത് ഫോൺ വന്നാൽ പോലും ഞാൻ എടുക്കില്ല കേട്ടോ. കാരണം ഈ ഒരു ജോലി കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ എടുത്തും കഴിഞ്ഞ് സംസാരിച്ചൊക്കെ സമയം പോയിട്ടുണ്ടെങ്കിൽ എങ്ങാനും മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മനസ്സർപ്പിച്ചും കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബസ്സിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ ചില വീടുകളിലൊക്കെ നല്ല രീതിക്ക് പച്ചക്കറി തൈകളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എന്തായാലും 2 തൈയെങ്കിലും വെക്കണം എന്ന് വിചാരിക്കും കേട്ടോ. നമ്മളെന്നും ഒന്നുകിൽ വിത്തിട്ട് ഓരോ തൈകൾ വെക്കുക, അല്ലെങ്കിൽ ആ വെച്ച തൈകൾക്ക് എന്തെങ്കിലും വളയുടെ പുല്ല് പറക്കുക, അവയെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഇന്നാൾ കുഴിച്ചിട്ടതല്ലേ ഈ ചേമ്പുകളൊക്കെ, അവയ്ക്ക് ആ ചക്കമടലും അതിൻ്റെ മുകളിൽ മണ്ണും ചാണവും ചാരവും ഒക്കെ അങ്ങോട്ട് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും എത്രമാത്രം അത് വലുതായി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം, നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്നാൾ കൊള്ളിത്തണ്ടൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായില്ലേ, അപ്പോൾ അതിൽ ചിലതൊക്കെ പൊടിച്ചിട്ടുണ്ട്, ചിലതൊന്നും പൊടിച്ചില്ല കേട്ടോ. അപ്പോൾ ആ പൊടിച്ച് വരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഇലയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ ലേശം ഈ വളം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെടി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളമൊക്കെ കൂടുതലായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങകൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ഒരു തൈ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലില്ലാത്ത ടൈപ്പ് ആണെങ്കിലോ അതെന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണം വാങ്ങിയിരിക്കുന്നത്. അത് ഈ വഴുതനങ്ങയുടെ അടുത്ത് തന്നെയായിട്ട് ഞാൻ വെക്കുകയും ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഗ്രോ ബാഗുകളിൽ കഴിഞ്ഞ ആഴ്ച വെച്ചിരുന്ന ആ ഒരു തൈകൾക്കൊക്കെ കുറച്ചേശ്ശെ വളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ജോലി ചെയ്തും കഴിഞ്ഞാൽ അവിടെ നിന്ന് നീങ്ങുമ്പോൾ മൗഗ്ലിക്കുട്ടൻ ഇങ്ങനെ മതിലുമ്മയും അതുപോലെ മരത്തിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു കഴിയുമ്പോൾ ഇൻസ്പെക്ടർ ചെല്ലുന്ന പോലെ അവിടെ പോയി കഴിഞ്ഞിട്ട് എല്ലാം പരിശോധിച്ചു. ഓഹോ, ഇതൊക്കെയാണ് അല്ലേ അമ്മ ഇന്ന് ചെയ്തത്, എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇത് വളം ഇട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഗ്രോ ബാഗിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണല്ലോ. ഇനി ഗ്രോ ബാഗിൻ്റെ അവിടെ നിന്ന് ഞാൻ നീങ്ങിക്കഴിയുമ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ പരിശോധിക്കും. അതൊക്കെയാണ് മൗഗ്ലിയുടെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കളും രമേശേട്ടനൊക്കെ ഇങ്ങനെ പറയും, മൗഗ്ലി സാറ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രംഗത്ത് എന്നൊക്കെ പറയൂ കേട്ടോ. ഇനി നമ്മുടെ കോവയ്ക്കയുടെ കടക്കൽ ഇതാ പതുക്കെ ഒന്ന് ഇളക്കിയും കഴിഞ്ഞിട്ട് മണ്ണൊന്ന് ഇളക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലും കുറച്ചേശ്ശെ വളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ വിചാരിച്ചു കുക്കുംബറിൻ്റെ 3 തൈകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിലത്ത് അങ്ങോട്ട് കുഴിച്ചിടാം. നമുക്ക് കുറച്ച് വളവും ഒക്കെ മിക്സ് ചെയ്ത് ആ മണ്ണിലേക്കാണ് കേട്ടോ ഇതിങ്ങനെ വെക്കുന്നത്. ഇവിടെ കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പന്തലിൽ എന്നെ പിടിച്ചും കഴിഞ്ഞിട്ട് ഇത് കയറി പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാര്യം നമ്മുടെ കോവയ്ക്കയില ചില ഇലകൾക്കൊക്കെ വല്ലാത്ത കേടൊക്കെയാണ് കേട്ടോ. എത്ര നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്തിട്ടും ചില ഇലകളൊക്കെ കേട് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒരെണ്ണം പടർന്ന് കയറിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞ് കൃഷി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ വന്ന് ചെയ്യാൻ തോന്നണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.